നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടദൈവങ്ങളുണ്ട്. ഭൂരിഭാഗം പേരുടെയും ഇഷ്ടദൈവം ഗുരുവായൂരപ്പനായിരിക്കും. അതല്ലാതെ ഗുരുവായൂരപ്പനും അതുപോലെ തന്നെ ഭഗവതിയും ഗണപതിയും അയ്യപ്പനും സുബ്രഹ്മണ്യ സ്വാമിയും അങ്ങനെ മഹാദേവനും അങ്ങനെയൊക്കെ ഓരോരുത്തരെ ഇഷ്ടദൈവങ്ങളെ കണ്ട് ആരാധിക്കുന്നവരുണ്ട്. ഒന്നിൽ കൂടുതൽ ഈശ്വരന്മാര് ഇഷ്ടദൈവങ്ങളായിട്ടുള്ളവരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ അവരോട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആരാധിക്കുന്ന സമയത്ത് ഈ ഓരോ ഈശ്വരന്മാരുടെയും വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ അവരെ ആരാധിക്കുകയാണെങ്കിൽ, അവരുടെ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ, വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഫലം ലഭിക്കും. അങ്ങനെയുള്ള വിശേഷങ്ങൾ വരുന്ന സമയത്ത് ഞാൻ വീഡിയോയും ചെയ്യാറുണ്ട്. ഇന്ന് ഏകാദശിയാണ്, ഇങ്ങനെ ചെയ്തോളൂ. സ്കന്ദഷഷ്ടിയാണ്, മുരുകനെ ഇങ്ങനെ ഭജിച്ചോളൂ. ഗണപതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്, ഇങ്ങനെ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ വിശേഷ ദിവസങ്ങൾക്ക്, ഓരോ ദേവീദേവന്മാരുടെയും വിശേഷ ദിവസങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയാനും അതോടൊപ്പം ആ ദിവസങ്ങൾ കണ്ടറിഞ്ഞിട്ട് ആ ദിവസങ്ങളിലെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ ആരാധിക്കുമ്പോൾ അതിൻ്റെ ഫലം ഒന്ന് കൂടുതൽ തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും ഇത് തന്നെയാണ് കേട്ടോ. ഓരോ ദേവീദേവന്മാരുടെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് ആരാധിക്കുകയാണെങ്കിൽ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ അവരോടൊപ്പം അടുക്കാനും കൂടുതൽ അവരുടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരങ്ങൾ പറയാം. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ ദാമോദരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ ഉച്ചപൂജയാണ് കേട്ടോ തൊഴുതത്. ഒരു യാത്രയുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാനെ തൊഴുതിട്ട് അങ്ങനെ പോകുകയാണ് ചെയ്തത്. അപ്പോൾ ഉച്ചപൂജയിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ദാമോദരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉരലിൽ കെട്ടിയിട്ടാണല്ലോ ഭഗവാൻ ഉണ്ടാകുക. സാധാരണ ഭഗവാൻ അങ്ങനെ നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണുക. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നിൽക്കുന്നതായിട്ടൊന്നും അല്ലാട്ടോ തോന്നുന്നേ. ഭഗവാൻ ഇങ്ങനെ ആ കാല് നിൽക്കുന്ന സമയത്ത് കാലിങ്ങനെ ഉറച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉണ്ടാകുക. കാലൊന്നും ഇങ്ങനെ വളഞ്ഞ പോലെ അല്ലെങ്കിൽ ഒന്ന് മടങ്ങിയ പോലെയൊക്കെ നിൽക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് നിൽക്കൊന്നും അല്ല, ഓടുകയാണ്. ഉരലും വലിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഉണ്ണിയായിട്ടുള്ള കുറുമ്പനായിട്ടുള്ള ഭഗവാൻ. ഉരല് കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല ഭഗവാനെ കെട്ടിയിട്ടിട്ട്. കുറുമ്പൊന്നും കുറയാനായിട്ടും പോകുന്നില്ല കേട്ടോ. ആ ഉരലും വലിച്ചുകൊണ്ടാണ് ഭഗവാൻ ഓടുന്നത്. അപ്പോൾ യശോദാമ്മയാണെങ്കിലോ ഭഗവാനെ വലിച്ചു കൊണ്ടുപോകാൻ പാകത്തിനായിട്ടാ ഉരലും കെട്ടിയിട്ടിരിക്കുന്നത്. അത് കുഞ്ഞൊരു ഉരലാണ്, ചെറിയൊരു ഉരലായിട്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത്. ചില ദിവസം വലിയൊരു ഉരല, അപ്പോൾ അത് വലിച്ച് പെട്ടെന്ന് ഓടാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് തന്നെ അതും വലിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഭാവത്തിലായിരുന്നു ദാമോദരനായിട്ടുണ്ട്. ശരിക്കും ദാമോദര ലീല എന്ന് തന്നെ പറയാം കേട്ടോ. കുറുമ്പകൾ ഇങ്ങനെ അഴിച്ചു വിട്ട പോലെയായിരുന്നു ഭഗവാൻ. അത് കാണുമ്പോൾ നമുക്കേ ഒരു കൗതുകം അല്ലെങ്കിൽ നല്ല സന്തോഷം തോന്നാം. ഈ കുറുമ്പൊക്കെ കണ്ടിട്ട് നമുക്ക് ചിരി വരും. ഇതിങ്ങനെ വലിച്ചു കൊണ്ട് ഓടുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം കേട്ടോ. ചെറിയൊരു ഉണ്ണിക്കണ്ണനാണ്. 2 വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ. വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരു 2 വയസ്സുള്ള ചെറിയൊരു കുഞ്ഞിൻ്റെ അരയിൽ ഒരു ഉരൽ കെട്ടി കൊടുത്തിരിക്കാം. അതും ഒരു കളിപ്പാട്ടം പോലുള്ള ഉരലാണ് കേട്ടോ. ഭഗവാൻ ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അത് വലിച്ചുകൊണ്ട് ഓടുന്ന ഭാവത്തിൽ നമ്മുടെ ഭഗവാനും. 2 തിരുമുടി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തേലും 3 നിറങ്ങളുണ്ട് കേട്ടോ. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. രണ്ടാമത്തേൽ നന്ദ്യാർവട്ടവും തെച്ചിയും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയാണുള്ളത്. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടവും ഉണ്ട്. കുറച്ച് തുളസി കൂടുതലായിട്ടാണ് കോർത്തിരിക്കുന്നത്. നടുവിലെത്തുമ്പോൾ തെച്ചിയും പിന്നെ നന്ദ്യാർവട്ടവും കൂടിയിട്ട് കുറച്ച് ഭാഗം കോർത്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. ഇതിന് നടുക്കാണ് ഭഗവാൻ കുറുമ്പനായിട്ട്. പക്ഷെ നല്ല ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഉണ്ണി ഓടുന്നുണ്ടായിരുന്നത്. കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. അത് ചന്ദനം കൊണ്ട് ചാർത്തിയിരിക്കുക. അതിൻ്റെ മുകളിൽ 3 പീലികൾ ചന്തത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ട് നെറ്റിയിൽ ഗോപി തിലകുണ്ട്. കാതുപൂക്കൾ ഇന്നലെ 2 വെച്ചിരിക്കുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പിന്നെയും ഒരു കാതുപൂ വെച്ചിട്ടുണ്ട്. കഴുത്തിൽ മാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ ആഭരണങ്ങളൊക്കെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെണ്ണൂറിൽ പിടിച്ചിട്ടുണ്ട്. അടുത്ത കയ്യിൽ ഓടക്കുഴലുണ്ട്. അരയിൽ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണമൊക്കെ കൊടുത്തിട്ട് കാൽത്തളകളൊന്നും ഇന്നലെ കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഈ ഓട്ടം ശ്രദ്ധിക്കുന്ന ആ ഒരു രീതിയിലേ കാൽത്തകളിലേക്കൊന്നും ഇന്നലെ കണ്ടുപോയില്ല. അത്രയും നമുക്ക് ചിരി വരും. ആ രീതിയിലായിരുന്നു ഭഗവാൻ ഓടുകയാണ് അവിടെ ഉരൽ വലിച്ചുകൊണ്ട്. അപ്പോൾ ആ ഉരൽ വലിച്ചുകൊണ്ട് ഓടുന്ന ഉണ്ണിക്കണ്ണനെ ദാമോദരൻ്റെ രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.
അങ്ങനെ ദാമോദരനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് വളരെ ലളിതമായിട്ടാട്ടോ ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത്. ഒരു നല്ല കടും വയലറ്റ് നിറത്തിലുള്ള ഉടയാടയാണ്. ഇത് വെൽവെറ്റിൻ്റെയാണ്. ലേസൊക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ട് സ്വർണ്ണ നിറത്തിൽ ലേസൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു ഉടയാടയായിരുന്നു. കഴുത്തിൽ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടത്തിന്റെ ഭാഗത്ത് ഒരു മാല കൊണ്ട് ഒരു പ്രഭാവലയം, അത്രയേ ഉള്ളൂ കേട്ടോ. മുഖമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടേ ചാർത്തിയിട്ടുള്ളൂ. വളരെ ലളിതമായിട്ടാണ് ഗണപതിനെ അലങ്കരിച്ചിരിക്കുന്നത്. അത് ആ സമയം ആയതുകൊണ്ടാണ് കേട്ടോ. വൈകിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഗണപതിനെ കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പം എന്തായാലും ഗണപതിയുടെ ഭാവം അതായിരുന്നു. സുന്ദരനായി തന്നെയാണ് ഗണപതി ഇരിക്കുന്നത്. എല്ലാവരും ഗണപതിയുടെ ആ രൂപമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതിനെ കാണാട്ടോ. ഭഗവതി അമ്മയ്ക്ക് ചുവന്ന പട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴുത്തിന്റെ ഭാഗത്താണ്, നെഞ്ചിന് താഴേക്കായിരുന്നു ആ പട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഭഗവതിനെ. പിന്നെ ഒരു ഉത്തരീയം പോലെയുണ്ട് കേട്ടോ. അതിലിങ്ങനെ സ്വർണ്ണ കസവുകളോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരീയാണ്. നല്ല ഭംഗിയാണ്, നല്ല സൗന്ദര്യമുള്ള ഭഗവതിയായിട്ടായിരുന്നു. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു പാലക്കമാലയാണ്, പിന്നെ വേറെ 2 സ്വർണ്ണ നിറത്തിലുള്ള മാലകൾ. കാതിലെ നല്ല വലിയ സ്വർണ്ണപ്പൊട്ടുകളാണ്. അതിന് മുകളിലായിട്ട് ചെറിയ 2 സ്വർണ്ണപ്പൊട്ട്, ചെറിയൊരു സ്വർണ്ണഗോപി. പിന്നെന്താണ് കിരീടം. അത് ചുവന്ന പട്ട് വെച്ചിട്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കിരീടമാണ്, അങ്ങനെ ചുവന്ന കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കിരീടമാണ് ഭഗവതി ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. സുന്ദരിയായിട്ടിരിക്കുന്ന, ഐശ്വര്യമായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെ രൂപമൊക്കെ മനസ്സിൽ കണ്ടോളൂ. നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെയും കൂടെ നമുക്ക് കാണാം കേട്ടോ. നല്ല തിളങ്ങുന്ന മഞ്ഞ ഉടയാടെയായിരുന്നു അയ്യപ്പനുണ്ടായിരുന്നത്. അരയിൽ ഇങ്ങനെ ചുവന്ന പട്ട് ചുറ്റിയിട്ടുണ്ട്. കയ്യിൽ ഒരു കദളിപ്പഴം പിടിച്ചിട്ടുണ്ട്. ഒരു സ്വർണ്ണമാല ഇട്ടുണ്ട്. ചുവന്ന പട്ട് കൊണ്ട് വേറൊരു മാലയുണ്ട്. കാതുകളിൽ സ്വർണ്ണപ്പൂക്കളാണ് വലുത്. കുറച്ച് പ്രായമായിട്ടുള്ള ഭാവത്തിലുള്ള അയ്യപ്പനായിരുന്നു കേട്ടോ. നെറ്റിയിൽ സ്വർണ്ണപ്പൂ വെച്ചിട്ട് പിന്നെ അയ്യപ്പൻ്റെ ഒരു കിരീടമുണ്ട്, സ്വർണ്ണ നിറത്തിലുള്ള കിരീടം. അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അതായിരുന്നു അയ്യപ്പൻ്റെ ഇന്നലത്തെ ഭാവം. എല്ലാവരും അയ്യപ്പൻ്റെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് ദേവീദേവന്മാരുടെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാട്ടോ. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്. പുറത്തിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷവും സുഖമൊക്കെ തരുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ അസുഖങ്ങളാണെങ്കിലും അല്ലാതെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിപ്പോൾ മഴയുടെ ശബ്ദം കേട്ടപ്പോൾ കൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് ആചാരപരമായിട്ടുള്ള ജ്യോതിഷപരമായിട്ടുള്ള ദേവീദേവന്മാരുടെ വിശേഷ ദിവസങ്ങളെ കുറിച്ച് പറയാം. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവരെ ആരാധിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും, കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിലെ ബ്രഹ്മാവാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ. ബ്രഹ്മാവിനാണ് സൃഷ്ടിയുടെ കർമ്മം, അതിൻ്റെ ആ ഉത്തരവാദിത്വം ബ്രഹ്മാവിനുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ബ്രഹ്മാവിനെ ഒരാളും ആരാധിക്കാറില്ല. ബ്രഹ്മാവിന് ക്ഷേത്രങ്ങളും ഇല്ല. 1-2 ക്ഷേത്രങ്ങൾ എവിടെയോ ഉണ്ട്. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. കാരണം മുൻപ് ഒരു ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഭാഗത്തായിട്ട് ബ്രഹ്മാവിന് ക്ഷേത്രം ഉണ്ടെന്നുള്ളത്. പക്ഷേ ബ്രഹ്മാവിനെ ആരാധിക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കഥകളും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മാവിന് അങ്ങനെ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല. ബ്രഹ്മാവിനെ ആരും ആരാധിക്കാറില്ല. പിന്നെ ഉള്ളത് ആരാണ്? നമ്മുടെ ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു. അതായത് സൃഷ്ടി കഴിഞ്ഞാൽ സ്ഥിതി പരിപാലനങ്ങളെല്ലാം ചെയ്യുന്നത് മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ വിശേഷ ദിവസങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ മഹാവിഷ്ണുവിനെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് എല്ലാ മലയാള മാസത്തിലെയും വ്യാഴാഴ്ച, 30 വ്യാഴാഴ്ച എന്ന് പറയും. വ്യാഴാഴ്ചകൾ പൊതുവെ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ്. അപ്പോൾ ഭഗവാന് വിശേഷപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച. അതും 30 വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ വളരെ വിശേഷമാണ്. അന്നത്തെ ദിവസം തിരക്ക് കൂടുതലായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലും. പിന്നെ വരുന്ന ഒരു വിശേഷം എന്ന് പറയുന്നത് ഏകാദശിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. എല്ലാ മാസത്തിലെയും ഏകാദശി വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ ഗുരുവായൂർ ഏകാദശി, അതേപോലെ തന്നെ സ്വർഗവാതിൽ ഏകാദശി, ഇതൊക്കെ വളരെ വളരെ വിശേഷമാണ് കേട്ടോ. ഇപ്പോൾ ഏകാദശിയൊക്കെ നോൽക്കുന്നവർക്ക്, അന്നത്തെ ദിവസം ഭഗവാനെ ആരാധിക്കുന്നവർക്ക് പ്രത്യേക ഫലങ്ങളൊക്കെയാണ് ലഭിക്കുക. അതുകൂടാതെ വരുന്നതാണ് ഏകാദശി കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് അഷ്ടമിരോഹിണി. അഷ്ടമിരോഹിണി അറിയാം, ഭഗവാന്റെ പിറന്നാളാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ബാലരൂപത്തിലായതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെ ആഘോഷപരമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അഷ്ടമിരോഹിണി. അപ്പോൾ ഈ അഷ്ടമിരോഹിണി എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലാണ്. അഷ്ടമിരോഹിണിയൊക്കെ വരാനായിരിക്കുന്നു. ചിങ്ങമാസത്തിലാണ് അഷ്ടമിരോഹിണി വരിക. അതേപോലെ തന്നെ എല്ലാ മാസത്തിലും അഷ്ടമിരോഹിണി നക്ഷത്രം വരുമല്ലോ, അതൊക്കെയും പ്രധാനമാണ്.
അതേപോലെ തന്നെ തിരുവോണ നക്ഷത്രം. ഇപ്പോൾ രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ നക്ഷത്രമായിട്ട് പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെ, അതായത് ശ്രീകൃഷ്ണനായിട്ട് ജനിക്കുന്ന ദിവസമാണ് ഈ രോഹിണി ആയിട്ട് പറയുക. അതായത് ശ്രീകൃഷ്ണ അവതാരം എടുത്ത ദിവസത്തിനെയാണ് രോഹിണി എന്ന് പറയുക. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ നക്ഷത്രമായിട്ടാണ് തിരുവോണം നക്ഷത്രത്തെ പറയുക. അതുകൊണ്ട് തന്നെ എല്ലാ മാസത്തെയും തിരുവോണ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസമായിട്ടാണ് തിരുവോണം പറയാറുള്ളത്. പിന്നെ വരുന്നത് എന്താണ്? ഇപ്പോൾ ധനുമാസത്തിലുള്ള ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ വെച്ച് പറയുമ്പോഴേ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള വിശേഷ ദിവസങ്ങളെല്ലാം ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ട് തന്നെയാണ് പറയുക. അതായത് ഇപ്പോൾ കുചേല ദിനം വരുന്നത് മത്സ്യകൂർമ്മ വരാഹ ജയന്തികൾ, നരസിംഹ ജയന്തി, ശ്രീരാമനവമി, അങ്ങനെയുള്ള ദിവസങ്ങൾ വരുമല്ലോ. ഇതെല്ലാം ഭഗവാന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നല്ല, കുറച്ചധികം ദിവസങ്ങളാണ്. ഏതാണ്? വൈശാഖ മാസം. ഈ വൈശാഖ മാസത്തിലുള്ള എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് വൈശാഖത്തെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതും പ്രത്യേകം വൈശാഖം ആചരിക്കൂ എന്നും പറയണതും. അപ്പോൾ അതാണ് കൂടുതലും എന്താ പറയുക വൈശാഖ മാസത്തെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള പ്രത്യേകപ്പെട്ട ദിവസങ്ങൾ, ഏറ്റവും കൂടുതൽ വിശേഷ ദിവസങ്ങൾ വരുന്നത് ഗുരുവായൂരപ്പനാണെന്ന് തോന്നുന്നു. കാരണം ഗുരുവായൂരപ്പനാണല്ലോ കൂടുതൽ അവതാരങ്ങളുള്ളത്. അപ്പോൾ ആ അവതാരങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളെല്ലാം വിശേഷപ്പെട്ട ദിവസങ്ങളാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഭഗവാനാണ്, ഏറ്റവും കൂടുതൽ ഭക്തരുള്ളതും ഭഗവാനാണ്. അപ്പോൾ ആ ഭക്തർക്കെല്ലാം കൂടുതൽ ദിവസം ഭഗവാനെ സേവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ, ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ, ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ക്ഷേത്രങ്ങളിൽ പോകുക. അവിടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ, ഇപ്പോൾ വിഷ്ണു സഹസ്രനാമ അർച്ചന, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം, അതുപോലെ തന്നെ രാജഗോപാലം, സന്താനഗോപാലം, അങ്ങനെയുള്ള അർച്ചനകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ചെയ്യുന്നത് സാധാരണ ദിവസങ്ങളെക്കാളും കൂടുതൽ ഫലം ലഭിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ അർച്ചനകളായിട്ടുള്ള വഴിപാടുകളാണ്. അതല്ലാതെ ഇപ്പോൾ പായസം, അതുപോലെ തന്നെ പാൽപ്പായസം, കദളിപ്പഴം, വെണ്ണ ഇങ്ങനെയും കൊണ്ട് സമർപ്പിക്കുമല്ലോ. അതും ഇതേപോലുള്ള വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ, ഇപ്പോൾ കുചേല ദിനത്തിന് ഹവിലി വിശേഷം എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഇതേപോലുള്ള വഴിപാടുകൾ ചെയ്യുകയാണെങ്കിലും കൂടുതൽ ഫലമാണ് ലഭിക്കുക എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മഹാവിഷ്ണുവിൻ്റെ വിശേഷ ദിവസങ്ങൾ. അടുത്തത് ത്രിമൂർത്തികളിലെ സംഹാരദേവനാണ്, മഹാദേവനാണ്, ശിവനാണ്. മഹാദേവന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര, മറ്റൊന്ന് കുംഭത്തിലെ ശിവരാത്രിയാണ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ. ഒരു വർഷത്തിലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ധനുമാസ തിരുവാതിരയും ഒന്ന് കുംഭമാസത്തിലുള്ള ശിവരാത്രിയാണ്. പിന്നെ വരുന്നതാണ് തിങ്കളാഴ്ച. അതും 30 തിങ്കളാഴ്ച എന്ന് പറയുന്നത് വളരെ വിശേഷമാണ്. തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുന്നവർ അറിയുന്നുണ്ടായിരിക്കും. എല്ലാ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവരുണ്ടായിരിക്കും, 30 തിങ്കളാഴ്ച മാത്രമായിട്ട് വ്രതം എടുക്കുന്നവരുണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്രദോഷം നോൽക്കുന്നവർക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് മഹാദേവന്റെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മഹാദേവനെ ആരാധിക്കുക, അതുപോലുള്ള വ്രതങ്ങൾ എടുക്കുക, ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ശംഖാഭിഷേകം, ജലധാര, പിൻവിളക്ക്, കൂവളമാല, കൂവളയില, അങ്ങനെയൊക്കെയുള്ള അതുപോലെ അഭിഷേകങ്ങളൊക്കെ, ഇനിയും അഭിഷേകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ജാതകപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഞായറാഴ്ചകളിലും മഹാദേവന്റെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ആ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ആയുസ്സിന് വേണ്ടിയിട്ട്, ആയുർദോഷങ്ങളൊക്കെ മാറ്റാനായിട്ട് മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഒക്കെ മഹാദേവന്റെ അടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് മഹാദേവന്റെ വിശേഷപ്പെട്ട ദിവസങ്ങൾ. മഹാദേവനെ ആരാധിക്കുന്നവരും എല്ലാവർക്കും ഇത് അറിയുന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലാണ് ആരാധിക്കുന്നതെങ്കിൽ അതിന് കൂടുതലായിട്ടുള്ള ഫലവും കൂടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഗണപതിയാണ് കേട്ടോ. ഗണപതി ഒരുപാട് പേരുടെ ഇഷ്ടദേവനാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഗണപതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ചതുർത്ഥിയാണ്. അതും ചിങ്ങമാസത്തിലുള്ള വിനായക ചതുർത്ഥിയാണ് ഏറ്റവും വിശേഷം. അതുകൂടാതെ എല്ലാ മാസങ്ങളിലും വരുന്ന ചതുർത്ഥികളുണ്ടല്ലോ, അതും വളരെ വിശേഷമാണ്. പിന്നെ ഈ മീനത്തിലെ പൂരം ഗണപതി, തിരുവോണം ഗണപതി എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളും ഗണപതിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കേട്ടോ. അതുകൂടാതെ വെള്ളിയാഴ്ച, അത് 30 വെള്ളിയാഴ്ചയാണെങ്കിൽ വളരെ വിശേഷമാണ്. പിന്നെ അത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങൾ വളരെ വിശേഷമാണ്. അതേപോലെ തന്നെ വിജയദശമി, അതായത് നവരാത്രിയിലെ വിജയദശമി ഉണ്ടല്ലോ, ആ വിജയദശമി വളരെ വിശേഷം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയെ ഉണർത്തുന്ന, സദ്ബുദ്ധി നൽകുന്ന ദേവനാണ് ഗണപതി. ഗണപതിക്ക് മുന്നിൽ നന്നായിട്ട് ഏത്തമിടുന്ന പറയുക, കാരണം ബുദ്ധി തെളിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബുദ്ധി, അറിവ്, ഇതൊക്കെ നൽകുന്ന ദേവനാണ്. അതുകൊണ്ടാണ് വിജയദശമിക്ക് ഗണപതിക്ക് ഇത്രയും പ്രാധാന്യം വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ വിശേഷ ദിവസങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഗണപതിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? അപ്പം, അട, മോദകം. അതായത് ഉണ്ണിയായിട്ടുള്ള ഗണപതിനെ നമ്മൾ കൂടുതൽ സങ്കല്പിക്കുക. ഇപ്പൊ ഗുരുവായൂരപ്പനെ ഉണ്ണിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ കൈപിടിച്ച് നടക്കാൻ പറ്റുന്ന മറ്റൊരു ഉണ്ണിയാണ് ഗണപതി എന്ന് പറയുന്നത്. ഇപ്പൊ സുബ്രഹ്മണ്യൻ, ബാലസുബ്രഹ്മണ്യനൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഗണപതിനെയും ഉണ്ണിയായിട്ട് കൂടുതൽ പേര് കാണാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ ഉണ്ണിയായിരിക്കുന്ന ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഗണപതിക്കും ഇഷ്ടപ്പെടും. അതാണ് അപ്പം, അട, അവില്, മോദകം, കദളിപ്പഴം, അങ്ങനെയുള്ള പലഹാരങ്ങൾ. പലഹാരപ്രിയനാണ്. അതേപോലെ തന്നെ കറുകമാല, മുക്കുറ്റിമാല, മുല്ലപ്പൂമാല, അങ്ങനെയുള്ള മാലകൾ, നാളികേരപ്പൂള്, ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. ശർക്കര, ഉണക്ക നെല്ലിക്ക, ഇതൊക്കെ ഗണപതിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പം ഈ വിശേഷ ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതെങ്കിൽ അത് വളരെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഗണപതി ഹോമങ്ങൾ നടത്തുക, നാളികേരം എറിഞ്ഞുടയ്ക്കുന്നത്, ഇതൊക്കെ ഗണപതിക്ക് വളരെ വിശേഷപ്പെട്ടതാണ് കേട്ടോ. അതും വിശേഷ ദിവസങ്ങളിലായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഫലമാണ് ലഭിക്കുക. പിന്നെയാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യനെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോട് കൂടിയിട്ട് ആരാധിക്കുന്ന നിരവധി പേരുണ്ട് കേട്ടോ. ചിലരുടെയൊക്കെ കുടുംബക്ഷേത്രത്തിലെ, കഴിഞ്ഞ ദിവസം ഞാൻ പരദേവതേനെ കുറിച്ച് പറഞ്ഞല്ലോ, കുടുംബ ദേവതേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ചൂടായിട്ട് കമൻസ് ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അവരുടെ കുടുംബക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണെന്ന്. അങ്ങനെ ഇത് പരദേവത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണെന്ന്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ഷഷ്ടിയാണ്. അതും കന്നിമാസത്തിലെ കപില ഷഷ്ടി, സ്കന്ദ ഷഷ്ടി, ഓരോ മാസത്തിലും വരുന്ന ഷഷ്ടികളും ഇതൊക്കെ വളരെ വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ തൈപ്പൂയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എല്ലാ മാസത്തിലെയും പൂയം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ പ്രധാനമാണ്. അതുപോലെ തന്നെ വിശാഖം നക്ഷത്രം, കാർത്തിക നക്ഷത്രം. വിശാഖമാണ് ശ്രീ മുരുകന്റെ നക്ഷത്രമായിട്ട് കണക്കാക്കാറുള്ളത്, പറയാറുള്ളത്. ഒപ്പം തന്നെ കാർത്തിക നക്ഷത്രം, കാർത്തികേയൻ, ആ പേര് വന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ദിവസങ്ങൾ മുരുകനെ ആരാധിക്കാനായിട്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് പറയുക. പിന്നെ അതുകൂടാതെ മണ്ഡലകാലം വളരെ വിശേഷമാണ് മുരുകനെ ആരാധിക്കാൻ. പിന്നെ വഴിപാടുകൾ എന്ന് പറയുമ്പോൾ അഭിഷേകങ്ങളാണ്. അഭിഷേകപ്രിയനായിട്ടാണ് പറയാറുള്ളത്. അതായത് പാലഭിഷേകം, നെയ്യഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, കരിമ്പിൻ്റെ ജ്യൂസ്, കരിമ്പിൻ്റെ നീരഭിഷേകം, അങ്ങനെയുള്ള അഭിഷേകങ്ങൾ വളരെ വളരെ ഇഷ്ടമാണ്. ഭസ്മാഭിഷേകം. അപ്പോൾ ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ ചെയ്യുക, അതൊക്കെ ഈ വിശേഷ ദിവസങ്ങളിലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വളരെ വളരെ നല്ലതായിട്ടാണ് പറയുക. പിന്നെ കാവടിയൊക്കെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം. കാവടിയുടെ കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാവടി കൊണ്ടുപോയിട്ട് സമർപ്പിക്കുന്നത് അതൊക്കെ വളരെ വളരെ വിശേഷമാണ് മുരുകനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതും ഇങ്ങനെയുള്ള നല്ല, അതായത് മുരുകന് പ്രിയപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലമായിട്ട് ആയിരിക്കും അവിടെയും ഉണ്ടായിരിക്കുക. അടുത്തത് അയ്യപ്പസ്വാമിയുടെ വിശേഷ ദിവസങ്ങളാണ് കേട്ടോ. ഭൂരിഭാഗം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും മണ്ഡലകാലം എന്ന് പറയുന്നത്. മണ്ഡലകാലത്ത് പ്രധാനമായിട്ട് അയ്യപ്പസ്വാമിയെയാണ് ഭജിക്കുക. അതായത് ഇപ്പോൾ ശനിദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഈ 41 ദിവസം ഭജിച്ചാൽ മതി എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ശനിദോഷമുള്ളവർ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസമൊക്കെ അയ്യപ്പനെ ദർശിക്കുന്നത്, നീരാഞ്ജന വഴിപാടൊക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ മകരവിളക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിശേഷ ദിവസമാണ്. അതുപോലെ ഉത്രം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ, അതായത് എല്ലാ മാസവും ഉത്രം നക്ഷത്രം വരുമല്ലോ, അത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് പൈങ്കുനി ഉത്രം പിറന്നാളാണ്, അത് അതിനുള്ള വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വിശേഷ ദിവസങ്ങളായിട്ട് പറയാറുള്ളത്. ഒന്ന് ശനിയാഴ്ചയും കൂടിയാണ്, സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൊവ്വാഴ്ചയാണ് കേട്ടോ, ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിയെ ആരാധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വഴിപാടുകൾ, അപ്പം, അതേപോലെ തന്നെ ഈ പായസം ഉണ്ടല്ലോ, അരവണ, അതേപോലെ തന്നെ കുംഭാഭിഷേകം, നെയ്യഭിഷേകം, ഇതൊക്കെ ചെയ്യുന്നത്, പൂമൂടല്, ഇതൊക്കെ വളരെ വിശേഷപ്പെട്ട വഴിപാടുകളാണ്. അപ്പോൾ ഈ വിശേഷ ദിവസങ്ങളിൽ ഈ വിശേഷപ്പെട്ട വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് അതിൻ്റെ ഫലവും കൂടെ ലഭിക്കും. അടുത്തത് ഭദ്രകാളിയെ ഉപാസിക്കുന്നവരാണ് കേട്ടോ. വളരെ ശക്തേയ ഉപാസനയാണ്. നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സോഫ്റ്റ് ആണ്. പക്ഷെ ഭദ്രകാളി എന്ന് പറയുമ്പോൾ അമ്മയുടെ ഭാവമാണെങ്കിൽ കൂടിയിട്ട് നല്ല പവർഫുൾ ആണ്, വളരെ ശക്തിയുള്ള, നല്ല കഠിനമായിട്ടുള്ള നിഷ്ഠകളോടൊക്കെ കൂടിയിട്ട് ഭദ്രകാളിയെ ഉപാസിക്കണം എന്നാണ് പറയുക. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഭരണി നക്ഷത്രമാണ് ഭദ്രകാളിയുടെ നക്ഷത്രമായിട്ട് പറയുന്നത്. ഈ കുംഭഭരണി, മീനഭരണി, മകരഭരണി, ഇതൊക്കെ വളരെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അതേപോലെ തന്നെ മകരത്തിലെ മകരച്ചൊവ്വ എന്ന് പറയാറുണ്ടല്ലോ, അതും വളരെ വിശേഷമാണ്. പിന്നെ ഈ അമാവാസി, അതേപോലെ തന്നെ ഭരണി നക്ഷത്രം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വരുമല്ലോ, അതൊക്കെ അതിവിശേഷമാണെന്ന് പറയും. അതേപോലെ തന്നെ ഇനി വരുന്ന കർക്കിടകത്തിലെ ചൊവ്വാഴ്ച ദിവസമൊക്കെ ഭദ്രകാളിയെ ഉപാസിക്കുന്നവർ, ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ വളരെ വളരെ ഫലം നൽകുന്ന
ദിവസങ്ങളാണ്. അപ്പോൾ ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോൾ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. ചുവന്ന നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള മാലകൾ, അതേപോലെ തന്നെ കടും പായസം. അതേപോലെ ശക്തി കൂടിയിട്ടുള്ളവരാണ് ഭഗവാൻ പാൽപ്പായസം. പക്ഷേ ഭദ്രകാളിക്ക് കടും പായസമാണ്, നല്ല ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കുന്ന പായസം. അതുപോലെ ഗുരുതി, ഇതൊക്കെ വളരെ വളരെ വിശേഷമാണ്. അത് എല്ലാ കാര്യങ്ങൾക്കായിട്ട് രക്തപുഷ്പാഞ്ജലി, ഇതൊക്കെയാണ് ഭഗവതിയുടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. ഇപ്പോൾ ഭദ്രകാളിയുടെ തന്നെ പല ഭാവഭേദങ്ങൾക്കും ഇതേ വഴിപാടുകൾ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഭദ്രകാളിയെ ആരാധിക്കുന്നവരെയും ഉപാസിക്കുന്നവരുടെയൊക്കെ വിശേഷ ദിവസങ്ങൾ ഇതാണ്. അതേപോലെ തന്നെ എല്ലാ മാസവും വരുന്ന ഭരണി നക്ഷത്രങ്ങളുണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ക്ഷേത്രത്തിൽ പോകുന്നത്, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഭഗവതി അമ്മയുടെ കൂടുതൽ അനുഗ്രഹം ആ ഒരു ദിവസം ലഭിക്കുന്നതാണ് പറയുക. പിന്നെ ദുർഗാ ഭഗവതിയെ ആരാധിക്കാനായിട്ട് കാർത്തിക നക്ഷത്രമാണ് പറയുക. പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കാർത്തികയും പൗർണമിയും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് ദുർഗാ ഭഗവതിയെ ആരാധിക്കാനായിട്ടെന്ന് പറയും. പിന്നെ സരസ്വതി ദേവി ആണെങ്കിലും നമ്മൾ ആ നവരാത്രി കാലഘട്ടം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല സമയം സരസ്വതി ദേവിയെ ആരാധിക്കാനുള്ള. ആ ദിവസവും ആരാധിക്കാൻ നല്ല വിശേഷ ദിവസങ്ങൾ പറയുമ്പോൾ. പിന്നെ ശ്രീരാമനെ പറ്റിയിട്ടും കൂടെ പറയാറുണ്ട്. ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച പ്രധാനമാണ്, ബുധനാഴ്ചയും പ്രധാനമാണ്. അതേപോലെ തന്നെ മേടമാസത്തിലുള്ള ആ ശ്രീരാമ നവമി ഉണ്ടല്ലോ, ആ ദിവസം വളരെ വിശേഷമാണ്. നവമി വരുന്ന ദിവസങ്ങൾ, ഏകാദശി വരുന്ന ദിവസങ്ങൾ ഒക്കെ ശ്രീരാമനും പ്രത്യേകതയുള്ള ദിവസങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ് പൊതുവെ ഓരോ ദൈവങ്ങൾക്കും ഓരോ ഈശ്വരന്മാർക്കും വിശേഷപ്പെട്ട ദിവസങ്ങളായിട്ട് പറയാറുള്ളത്. ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ആരാധിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് പറയുക. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പ്രകാരം ആരാധിച്ചോളൂ. എല്ലാ ദിവസവും ആരാധിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട്, അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.